തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അർബുദ രോഗത്തിനുള്ള വില കൂടിയ മരുന്നുകൾ മലിനജലം വീണ് നശിക്കുന്നതായി വകുപ്പ് മേധാവി സ്ഥിരീകരിച്ചു. കീമോതെറാപ്പിക്ക് അടക്കം നൽകുന്ന മരുന്നുകൾ മാലിന്യത്തിൽ മുങ്ങിയതിനാൽ രോഗികൾക്ക് ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായും വകുപ്പ് മേധാവിയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മരുന്ന് സൂക്ഷിക്കുന്ന മുറിയുടെ അറ്റകുറ്റപ്പണി എത്രയും വേഗം നടത്തണമെന്നാവശ്യപ്പെട്ട് 11 മാസമായി റേഡിയോ തെറാപ്പി വിഭാഗം നിരന്തരം കത്ത് നൽകിയിട്ടും അധികൃതർ നടപടിയെടുത്തിട്ടില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അർബുദ രോഗമരുന്നുകൾ സൂക്ഷിക്കുന്ന 12-ാം നമ്പർ വാർഡിന്റെ ദുരിത കാഴ്ചയാണിത്. മുകളിലെ വാർഡുകളിലെ കക്കൂസുകളിൽ നിന്നുള്ള മലിനജലം ഒലിച്ചിറങ്ങി മരുന്നുകൾ നശിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ മരുന്നുകൾ തന്നെയാണ് ഗുരുതരാവസ്ഥയിലുള്ള അർബുദ രോഗികൾക്ക് നൽകുന്നത്. 1 വർഷമായി തുടരുന്ന ഈ അനാസ്ഥയ്ക്ക് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ വർഷം മെയ് മാസം മുതൽ റേഡിയോ തെറാപ്പി വിഭാഗം ആശുപത്രി സൂപ്രണ്ടിന് കത്ത് നൽകുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ 16-ാം തീയതി ബുധനാഴ്ചയും കത്ത് നൽകി. മാലിന്യത്തിൽ മുങ്ങിയ മരുന്നുകൾ അർബുദ രോഗികളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നതായും കീമോതെറാപ്പി വിഭാഗം മേധാവി നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നു. 60 കിടക്കകളുള്ള ദിവസേന 70 കീമോതെറാപ്പികൾ വരെ നടക്കുന്ന ക്യാൻസർ വാർഡുകളായ 11, 12 വാർഡുകൾ എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണി നടത്തിയില്ലെങ്കിൽ രോഗികളുടെ ജീവനെടുക്കുന്ന ദുരന്തമുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. എന്നാൽ ഇതൊന്നും കണ്ടിട്ടും ആശുപത്രി സൂപ്രണ്ട് അടക്കമുള്ളവർ നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിലുണ്ടായ സ്ഥാനമാറ്റങ്ങളും കാലതാമസവുമാണ് പ്രശ്നമെന്നാണ് വിശദീകരണം.